ലേണേഴ്സ് IASന്റെ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസംബർ 14-15 തീയതികളിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനെ സംബന്ധിച്ചാണ്. ഓൾറെഡി നമ്മൾ COP28 മെയിൻ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഈ ഒരു വിഷയമാണെന്ന് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഇന്ത്യ ഈ ഒരു മേഖലയിൽ എത്രമാത്രം വൾണറബിൾ ആണ്, ഇന്ത്യയെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ ഏകദേശം പകുതിയിലധികം പോപ്പുലേഷൻ, പ്രത്യേകിച്ച് 344ഓളം ജില്ലകളിലുള്ള പോപ്പുലേഷൻ ഒരുപാട് പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിനോട് വളരെയധികം വൾണറബിൾ ആണ്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യത കൂടിയ ആൾക്കാരാണ് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ചും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ദീർഘനാളത്തേക്കുള്ള സമ്മേഴ്സ്, വളരെ ഹെവി ആയിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മഴ, ഫ്ലഡുകൾ, ഫ്ലാഷ് ഫ്ലഡുകൾ, ഡ്രോട്ടുകൾ, വരൾച്ചകൾ, അതുപോലെ തന്നെ സീ ലെവൽ റൈസ് ചെയ്യുന്നത്, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നത്, ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് എല്ലാം തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രോഗം വരുന്നു എന്നതിൻ്റെ കൂടെ തന്നെ അവർക്ക് പലതരത്തിലുള്ള അംഗവൈകല്യങ്ങൾ ഉണ്ടാവുന്നു, അവരുടെ ജീവിതമാർഗം നഷ്ടപ്പെടുന്നു, ലൈവ്ലിഹുഡ് നഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളപ്പെടുന്നു, അതുപോലെ തന്നെ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോസ് ചെയ്യപ്പെടുന്നു തുടങ്ങിയ സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കണതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ചിന് ഉള്ള റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ അത്ര എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യൽ സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുക അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ എന്താണ് ഈ ഒരു വൾണറബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് അവിടെ എത്രമാത്രം അവർക്ക് ആ ഒരു ദുരന്തം ഉണ്ടാകും, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതിൻ്റെ എക്സ്പോഷർ എത്രമാത്രം ഉണ്ടാവാം, അതിൻ്റെ സെൻസിറ്റിവിറ്റി, ചിലപ്പോൾ ചെറിയ അപകടങ്ങളായിരിക്കാം, അല്ലെ വലിയ വലിയ ദുരന്തങ്ങളാണ്, അതിൻ്റെ സെൻസിറ്റിവിറ്റി എത്രമാത്രമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കൗണ്ടർ മെഷർ ആയിട്ട് എടുക്കാൻ പറ്റുക പീപ്പിളിനെ കുറെ കൂടി അഡാപ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ക്ലൈമറ്റ് ചേഞ്ചിന് അനുസൃതമായിട്ട് ജീവിക്കാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവരെ മാറ്റുക എന്നുള്ളതാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമുക്ക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഉണ്ടാക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക എന്നൊക്കെ ഇത്തരം സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഫ്ലഡിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ബിൽഡിംഗ് ഉണ്ടാക്കുക, ഫ്ലഡിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഇതുണ്ടാക്കുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കാമെങ്കിൽ പോലും ഹെൽത്തിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇതേപോലെ പറ്റില്ല എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന സമയത്ത് അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്നതിന് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള വഴികളൊന്നും തന്നെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് പുതിയ പുതിയ സൂണോട്ടിക് ഡിസീസുകൾ, മൃഗങ്ങളിൽ നിന്നുള്ള പുതിയ പുതിയ വൈറസുകളും മറ്റുമൊക്കെ മനുഷ്യരിലേക്ക് വരുന്ന സാഹചര്യം എന്നുകൂടി ഓർത്തു വെക്കണമെന്ന്. പ്രത്യേകിച്ചും നല്ല ഗ്രീൻ കവറുള്ള സ്ഥലങ്ങളിൽ, നല്ല ലിവിങ് കണ്ടീഷനിലുള്ള ആൾക്കാർ, എഡ്യൂക്കേഷൻ, അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ള വർക്ക്, ബെറ്റർ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇതിനെ നമുക്ക് ഇത്തരത്തിലുള്ള വഴികളിലൂടെ ഒന്നും തടയാൻ വേണ്ടി പറ്റില്ല എന്നുകൂടി ഓർത്തു. അതേസമയത്ത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ, വളരെ മാർജിനിൽ ജീവിക്കുന്ന ഒരാൾ, കിട്ടിയ വരുമാനം കൊണ്ട് കഷ്ടിമുഷ്ടി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവരുടെയും ഹെൽത്ത് ഇഷ്യൂസ് കാരണം രോഗങ്ങൾ വരാം. പക്ഷെ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വരുമാന മാർഗം നിലച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കുറച്ചുകൂടി കാലം നിൽക്കാൻ പറ്റും. ഇത്തരം ആൾക്കാരുടെ ലൈവ്ലിഹുഡ്, സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈവ്ലിഹുഡ് സെക്യൂർഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും, അവരെ കൂടുതൽ അതിൻ്റെ ദാരിദ്ര്യത്തിലേക്കും മറ്റുമൊക്കെ തള്ളപ്പെടും എന്നുകൂടി ഓർത്തു വെക്കണം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് വളരെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് വളരെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിലും നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസും മറ്റുമൊക്കെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള വൾണറബിലിറ്റി അസസ്മെൻറ്റ് ഫ്രെയിംവർക്ക്, അതായത് 4th അസസ്മെൻറ്റ് റിപ്പോർട്ട് ഓൺ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, IPCCയുടെ 4th റിപ്പോർട്ടാണ് വൾണറബിലിറ്റി അസസ്മെൻറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഇതിൽ ഓരോ ജില്ലകളുടെയും എക്സ്പോഷർ, ക്ലൈമറ്റ്
ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള വൾനറബിലിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ മെഷേഴ്സും അവരെടുത്ത അഡാപ്റ്റീവ് കപ്പാസിറ്റി മെഷേഴ്സും ഹെൽത്ത് വൾനറബിലിറ്റീസും ഒക്കെയാണ് മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏകദേശം 640 ജില്ലകളിൽ 2011 സെൻസസ് പ്രകാരം 640 ഇന്ത്യൻ ജില്ലകളിൽ 50 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ 14 എക്സ്പോഷറിന് 20 സെൻസിറ്റിവിറ്റി 16 എണ്ണം ഈ ഒരു അഡാപ്റ്റീവ് കപ്പാസിറ്റി എന്നിവയാണ് മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 8 നാഷണൽ ഡാറ്റ സോഴ്സസ് വെച്ചിട്ടാണ് വിവിധ ഇൻഡെക്സുകൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ 298 ജില്ലകൾ, അതായത് 50% വരുന്ന ജില്ലകൾ, ടോട്ടൽ ജില്ലകൾ പറഞ്ഞത് 640 ആണ്. അപ്പോൾ 298 എന്ന് പറയുമ്പോൾ ഏകദേശം 300 ജില്ലകൾ, ഓൾമോസ്റ്റ് 50% അടുത്ത ജില്ലകൾ ഹൈ എക്സ്പോഷറിനാണ്, അതായത് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസിന് ഹൈലി എക്സ്പോഷർ ആണ്. ഇത് ഇന്ത്യയുടെ 52% വരുന്ന പോപ്പുലേഷൻ വരും എന്നുകൂടി ഓർത്തു വെക്കണം. ഇന്ത്യയുടെ 30% പോപ്പുലേഷൻ ലിവ് ചെയ്യുന്നത് 184 ജില്ലകളാണ്. ഇവ വളരെ ഹൈ സെൻസിറ്റിവിറ്റി ഉള്ള ഏരിയാസ് ആണെന്ന് ഓർത്തു വെക്കണം. 153 ജില്ലകളിൽ ഇന്ത്യയുടെ 1/5 പോപ്പുലേഷൻ ലിവ് ചെയ്യുന്നുണ്ട്, അതായത് 20% പോപ്പുലേഷൻ ലിവ് ചെയ്യുന്നുണ്ട്. അവിടെ മോഡറേറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ് വരുന്നത്, സെൻസിറ്റീവ് ആണ് എന്നുകൂടി ഓർത്തു വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് ഈ വൾനറബിലിറ്റിയുടെ കാരണം, അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അതിനെങ്ങനെ ഒരു പോളിസി ഫ്രെയിം വർക്ക് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഈ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് കൂടി ഓർത്തു വെക്കണമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വഴി ഈ ഒരു വൾനറബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കുറെ കൂടി ഫോക്കസ് ചെയ്തുകൊണ്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ ചെയ്യുക, അതുവഴി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ജില്ലകളിലും വളരെ പുവർലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ ആണുള്ളത്. സ്വാഭാവികമായിട്ടും അത്തരം സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ വേഗത്തിൽ മരണപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ പുവർ ചൈൽഡ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ്, സ്റ്റണ്ടിങ്ങും വാസ്റ്റിങ്ങും പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വളരെ കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പ്രൈമറി ഹെൽത്ത് കെയർ സിസ്റ്റം വളരെ റോബസ്റ്റ് ആക്കി മാറ്റുക, അതുവഴി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസിനെ മാക്സിമം ഡിസീസ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയാണ് അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളവും തമിഴ്നാടും പോലുള്ള സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഈ ഒരു രീതി അപ്രോച്ച് ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ റെക്കമെൻഡേഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡാറ്റാ സിസ്റ്റം വെച്ച് കൃത്യമായിട്ടുള്ള പോളിസികൾ ഉണ്ടാക്കണം, കൃത്യമായിട്ടുള്ള സിസ്റ്റം ഡാറ്റ ആർക്കിടെക്ചർ ഉണ്ടാക്കണം. കാരണം നിലവിലുള്ള ഡാറ്റാസ് അത്ര ആക്യുറേറ്റ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റാസ് കൃത്യമായിട്ട് കളക്ട് ചെയ്യുകയും അതിനെ കൊലാബറേറ്റ് ചെയ്യുകയും വേണം. വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ സഹകരിച്ചുകൊണ്ട് അതിൻ്റെ പബ്ലിക്കിൻ്റെ അല്ലെങ്കിൽ കോമൺ ഗുഡിന് വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഉണ്ടാക്കുന്ന ഡാറ്റയെ തന്നെ അവിശ്വാസക്കുറവ് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ടും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവരുത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിനെയും മറ്റുമൊക്കെ പാർട്ടിസിപ്പേഷൻ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. കൂടാതെ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഐഡിയ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിന്റെ വ്യൂ പോയിന്റിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും ഇൻഫ്രാസ്ട്രക്ചേഴ്സും മറ്റ് ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവേണൻസ്, ലോക്കൽ സെൽഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള മെഷേഴ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യണം തുടങ്ങിയ സജഷൻസ് നമുക്ക് പറയാവുന്നതാണ്. അടുത്തൊരു വാർത്ത ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ചാണ്. ന്യൂഡൽഹി ഡിക്ലറേഷൻ അത് അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാർത്തയിൽ വന്നത് 28 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ഈ ഒരു ന്യൂഡൽഹി ഡിക്ലറേഷനെ തന്നെയാണ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ GPAI അല്ലെങ്കിൽ GPAI എന്നൊക്കെ പറയുന്നതെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 2024 ഇന്ത്യ ഈ ഒരു സമ്മിറ്റ് ഹോസ്റ്റ് ചെയ്യുമെന്നും GPAI ഗ്രൂപ്പിംഗ് എൻ്റെ ചെയർ ആയിരിക്കും എന്നാണ് ഇപ്പോൾ വാർത്ത വന്നിരുന്നത്. പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ കൃത്രിമ ഇന്റലിജൻസിനെ സംബന്ധിച്ചുള്ള അതിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സ്റ്റുവാർഡ്ഷിപ്പ് ആയിട്ടുള്ള, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള AI ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ഡെമോക്രാറ്റിക് വാല്യൂസിനെയും ഹ്യൂമൻ റൈറ്റ്സിനെയും ഒക്കെ ഉറപ്പുവരുത്തുന്ന ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വിശ്വാസയോഗ്യമായിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള, സസ്റ്റൈനബിൾ ആയിട്ടുള്ള, ഹ്യൂമൻ സെൻറ്റേർഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ് പറയുന്നതായിട്ടുള്ളത്. പ്രധാനമായിട്ടും
നോർത്ത് അമേരിക്കയിലെയും സൗത്ത് അമേരിക്കയിലെയും യൂറോപ്പിലെയും ഈസ്റ്റ് ഏഷ്യയിലെയും രാജ്യങ്ങളുടെ ഒരു ഗ്രൂപ്പിംഗ് ആയിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള ഡെവലപ്മെന്റൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിപ്ലോയ്മെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഇതിന്റെ പ്രീവിയസ് സമ്മിറ്റ് ഉണ്ടായത് ChatGPT ഒക്കെ നിലവിൽ വരുന്നതിന് മുന്നെയാണ്. സ്വാഭാവികമായിട്ടും അതിനുശേഷം ChatGPTയുടെ ഒക്കെ ഇൻട്രൊഡക്ഷന് ശേഷം ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും കൃത്യമായിട്ട് ഉൾക്കൊള്ളാനും ഈ ഒരു ഡൽഹി ഡിക്ലറേഷനിലൂടെ സാധിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിങ്ങിലൂടെ സാധിക്കും എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷനെ ഐഡന്റിഫൈ ചെയ്യുക, എങ്ങനെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷനെ തടയുക, അൺഎംപ്ലോയ്മെന്റ് അഡ്രസ്സ് ചെയ്യുക, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ പല ജോലികളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ ട്രാൻസ്പാരന്റ് ആക്കി മാറ്റുക, അതുപോലെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, പേഴ്സണൽ ഡാറ്റ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുക, ഹ്യൂമൻ റൈറ്റ്സും ഡെമോക്രാറ്റിക് വാല്യൂസ് ഒക്കെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഈ ഒരു ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വരുന്നത് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്ത, IMF ശ്രീലങ്കയ്ക്കുള്ള സെക്കൻഡ് ട്രഞ്ച് ഫണ്ട് $337 മില്യൺ ഫണ്ട് നൽകിയെന്നാണ്. അപ്പോൾ ഇത് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി ആയിട്ടാണ് നൽകിയിട്ടുള്ളത് എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, UPSC മുൻപേ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ IMF സെക്കൻഡ് എഡിഷൻ അല്ലെങ്കിൽ രണ്ടാമതായിട്ട് $337 മില്യൺ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയുടെ ഭാഗമായിട്ട് ശ്രീലങ്കയ്ക്ക് നൽകിയെന്നാണ്. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡെപ്റ്റ് റിട്രീറ്റ്മെന്റ് പ്ലാൻ ആണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു രാജ്യം കടക്കണിയിൽപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ കടത്തിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകുന്ന ഒരു ബൈലാറ്ററൽ സപ്പോർട്ടാണെന്ന് ഓർത്തുക്കുക. അപ്പോൾ എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ IMF നൽകുന്ന ഒരു ലെൻഡിങ് ഫെസിലിറ്റി. IMF കടം കൊടുക്കും, പ്രത്യേകിച്ചും സീരിയസ് ആയിട്ടുള്ള മീഡിയം ടേം ബാലൻസ് ഓഫ് പേയ്മെന്റ് പറയും. അതായത് ഒരു രാജ്യത്തിന്റെ കയ്യിൽ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അതായത് അവരുടെ കയ്യിൽ വിദേശ നാണ്യം ഇല്ലാത്ത അവസ്ഥ. അത്തരം സാഹചര്യങ്ങളിലാണ് ഈ ഒരു രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുമ്പോഴാണ് IMF എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി വഴി ലോണുകൾ നൽകുന്നത് ഓർത്തുവെക്കുക. പ്രധാനമായിട്ടും രണ്ട് സാഹചര്യങ്ങൾ പറയാം. ഒന്ന്, ആ രാജ്യത്തിന്റെ സ്ട്രക്ചറൽ വീക്ക്നെസ് കാരണം, എക്കണോമിയുടെ വീക്ക്നെസ് കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് വളരെ സ്ലോ ആവുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്തരം സാഹചര്യങ്ങളിൽ ആ രാജ്യം സ്വാഭാവികമായിട്ട് സാമ്പത്തിക കടക്കണിയിലേക്ക് വിടും. ശ്രീലങ്കയുടെ കേസിലാണെങ്കിൽ ശ്രീലങ്ക കുറെ കാലമായിട്ട് പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ചും ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസം സെക്ടർ ആയിരുന്നു. COVID-19 ഭാഗമായിട്ട് 2020-21 വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ടൂറിസം വരുമാനത്തിലുണ്ടായ കുറവാണ് ശ്രീലങ്കയെ കടക്കെണിയിലേക്ക് നയിച്ചെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ EF കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിന്റെ മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി റീസ്റ്റോർ ചെയ്യുക, അവരുടെ ഡെപ്റ്റ് ബേർഡനെ കുറക്കുക, പുതിയൊരു കടം കൊടുത്ത് നിലവിലുള്ള കടത്തെ റീസ്ട്രക്ചർ ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ എക്കണോമിയിൽ ആവശ്യമായിട്ടുള്ള സ്ട്രക്ചറൽ റീഫോംസ് IMF സജസ്റ്റ് ചെയ്യും, അത് നടത്തണം, എങ്കിൽ മാത്രമേ IMF ഫണ്ട് കൊടുക്കുള്ളൂ. അതുപോലെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്നാണ് മുന്നേ ഈ ഒരു വാക്ക് തന്നിട്ട് ഇത് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലോൺ നൽകുന്നു പറഞ്ഞാൽ പീരീഡ് 3 മുതൽ 4 വർഷത്തേക്കായും ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റ് ലെയറിലായിരിക്കും. പക്ഷേ ഗ്രേസ് പീരീഡും കൺസെഷണൽ ടേംസും ഒക്കെ ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്. അതുപോലെ തന്നെ ഫണ്ടുകൾ എങ്ങനെയാണ് ഡിസ്ബേഴ്സ് ചെയ്യുന്നത് ആ രാജ്യങ്ങൾ തമ്മിലുള്ള IMF വെക്കുന്ന എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അപ്പോൾ 2023 ശ്രീലങ്കക്ക് IMF എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി വഴി പ്രോഗ്രാം നൽകുന്നതായിട്ടുള്ളത്. കോട്ട് ഡി ഐവറിക്ക് മെയ് 2023 എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി പ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ വരുന്ന ഈ ഒരു IMF മെമ്പറുള്ള രാജ്യങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ഫണ്ട് ഫെസിലിറ്റി വഴി പൈസ കടം കിട്ടും എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തൊരു വാർത്തയാണ് CCSഉം CDRഉം അതിൻ്റെ ലിമിറ്റേഷനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ ഒരു IPCCയുടെ റീസെൻ്റ്ലി റിപ്പോർട്ട് വന്നെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് കാർബൺ ക്യാപ്ചറിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. പ്രത്യേകിച്ചും കാർബൺ ഡൈ ഓക്സൈഡ് ക്യാപ്ചറും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവലും അത് എത്രമാത്രം ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് ഇഫക്റ്റീവ് ആണെന്നാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ 2 വാക്കുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് CCS എന്താണ്, CDR എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ CCS എന്ന് പറഞ്ഞാൽ കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്നുള്ളതാണ്. അതായത് ഒരു സോഴ്സിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് പോകാതെ അതിൽ നിന്ന് കാർബണെ അബ്സോർബ് ചെയ്തെടുക്കുകയും അല്ലെങ്കിൽ കാർബണെ ക്യാപ്ചർ ചെയ്യുകയും അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുകയും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് കാർബൺ ക്യാപ്ചർ സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. അതായത് ഇതൊരു ടെക്നോളജിയാണ്,
അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ കാർബണെ എമിറ്റ് ചെയ്യാതെ അതിനെ ആഗിരണം ചെയ്തുകൊണ്ട് അതിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് അതിനെ എന്ത് ചെയ്യാണ്, അതിനെ സ്റ്റോർ ചെയ്ത് മറ്റൊരു രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഫോസിൽ ഫ്യൂൽസ് ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റീൽ പ്ലാന്റുകൾ, പെട്രോളിയം റിഫൈനറികളിൽ, കോൾ പ്ലാന്റുകൾ, തെർമൽ പവർ പ്ലാന്റുകളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാർബൺ ക്യാപ്ചർ ടെക്നോളജീസ് ഉപയോഗിക്കുന്നതായിട്ടുള്ളത്, പ്രത്യേകിച്ചും സ്റ്റീൽ ആൻഡ് സിമെന്റ് പ്രൊഡക്ഷനിൽ. അതെന്താ സംഭവിക്കുക, അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുമ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്തിട്ട് അതിൽ നിന്ന് കാർബണെ വേർതിരിച്ചെടുത്ത് മറ്റു രൂപത്തിലേക്ക് മാറ്റും. അപ്പോൾ പുറത്തേക്ക് വിടുന്ന ഗ്യാസിൽ എന്തുണ്ടാവില്ല, കാർബൺ ഡൈ ഓക്സൈഡോ കാർബണോ ഉണ്ടാവില്ല എന്ന് ഓർത്തുക. അടുത്താണ് CDR, കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ആക്ച്വലി അന്തരീക്ഷത്തിലേക്ക് വന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം ലങ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്, ട്രീസ് ആണ്. സ്വാഭാവികമായിട്ടും അഫോറസ്റ്റേഷൻ, വനവൽക്കരണങ്ങളിലൂടെ അല്ലെങ്കിൽ റീഫോറസ്റ്റേഷൻ മെഷേഴ്സിലൂടെ അല്ലെങ്കിൽ ചെടികൾ എങ്ങനെയാണോ, സസ്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണോ ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നത്, അതേപോലെ മിമിക് ചെയ്യുന്ന ട്രീസിനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്ന സംഭവങ്ങൾ ചെയ്യുന്നതായിട്ടുള്ളതും കൂടി ഓർത്തു വെക്കണം. അപ്പോൾ ഇതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവലിന് വേണ്ടിയിട്ട് റോക്ക് വെതറിങ് തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു റോക്ക് വെതറിങ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റോക്ക് പാർട്ടിക്കിൾസ് കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യും. അതുകൊണ്ടാണ് റോക്ക് വെതറിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് ടെക്നോളജീസ് ഉണ്ട്, ബയോ എനർജി വിത്ത് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ്. അതുപോലെ തന്നെ ക്യാപ്ചർ, പ്രത്യേകിച്ച് ബയോമാസ് കത്തിക്കുന്നത്, വുഡൊക്കെ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതാണ് ബയോ എനർജി വിത്ത് കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കാർബണെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉള്ള അളവ് കുറക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ COP28 ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും കാർബൺ ക്യാപ്ചർ ടെക്നോളജീസും മറ്റുമൊക്കെ യൂസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഫോസിൽ ഫ്യൂൽസിനെ ഫേസ് ഔട്ട് ചെയ്യുക എന്നുള്ളതിലുപരി അന്തരീക്ഷത്തിലേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുക അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതിലാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സീറോ അല്ലെങ്കിൽ ലോ എമിഷൻ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഫോറസ്റ്റ് റീസ്റ്റോറേഷനെ ഉപയോഗിക്കുക എന്നുള്ള സജഷൻസും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം ഈ CCSഉം CDR ഒക്കെ എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമുക്ക് റെസിജ്വൽ എമിഷനെ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എമിഷനെ ആഗിരണം ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഭൂമിയിൽ മുഴുവൻ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിക്കാനൊന്നും നമുക്കുള്ളത് സാധിക്കില്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ കാർബൺ ക്യാപ്ചർ ആൻഡ് സ്റ്റോറേജ് അപ്ലിക്കേഷൻസ് ഹൈലി എഫക്റ്റീവ് ആവുന്നത് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ചെയ്യുന്ന ഫോസിൽ ഫ്യൂൽസ് ഇൻഡസ്ട്രീസിലാണ്. ഇപ്പോൾ ക്യാപ്ചർ റേറ്റ് എന്ന് പറഞ്ഞാൽ 90 മുതൽ 95% വരെയാണ്. അതായത് ടോട്ടലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് 90 മുതൽ 95% വരെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാക്കിയുള്ള ലോ കാർബൺ ഡൈ ഓക്സൈഡുള്ള ഗ്യാസിനെയാണ് പുറത്തേക്ക് വിടുക എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം ഇതിനെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അതേസമയത്ത് നമ്മൾ ഈ കാർബൺ ക്യാപ്ചർ ടെക്നോളജി എന്ന് പറയുന്നത് മീഥൈൻ എമിഷനൊക്കെ വരുന്ന സമയത്ത് കുറച്ചുകൂടി ചാലഞ്ചിങ് ആയി മാറും എന്നുകൂടി ഓർത്തു വെക്കുക. അവിടെയും ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കാര്യത്തിലും നോക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു CDR എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും നടക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. 2023 ലാൻഡ് ഗ്യാപ്പ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പ്രകാരം CO2 റിമൂവ് ചെയ്യണമെങ്കിൽ ബില്യൺ ഓഫ് ഹെക്ടേഴ്സ് ലാൻഡ് ആവശ്യമാണ് എന്നുള്ള റിപ്പോർട്ടാണ്. അതായത് അഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉപയോഗിക്കാം, അല്ലെങ്കിൽ മാക്സിമം കുറച്ച് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കാം എന്നല്ലാതെ അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുകയും ഈ ഒരു അഫോറസ്റ്റേഷൻ മെഷേഴ്സും പാരലലി നമുക്ക് ഇഫക്റ്റീവ് അല്ല എന്നുകൂടി ഓർത്തു വെക്കണതാണ്. പ്രത്യേകിച്ചും ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കാർബൺ ആഗിരണം മെത്തേഡ്സ്, CDR മെത്തേഡുകൾ നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് പറയാൻ പറ്റില്ല അൺടിൽ ഫോസിൽ ഫ്യൂൽ എമിഷൻ കുറക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല രാജ്യങ്ങളും ഫോസിൽ ഫ്യൂൽ യൂസ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ രാജ്യത്ത് നിന്ന് ഈ കൂടുതൽ ഫോസിൽ ഫ്യൂൽ കൺസ്യൂം ചെയ്യുന്ന പ്രൊഡക്ഷന് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിയിട്ടൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. പ്രധാനമായിട്ടും CDRന് ഉപയോഗിക്കുന്നത് അഫോറസ്റ്റേഷൻ മെഷേഴ്സ്, റീഫോറസ്റ്റേഷൻ മെഷേഴ്സും പിന്നെ ഈ ഒരു ബയോ എനർജിയും CCSഉം അതുപോലെ ഡയറക്റ്റ് എയർ ക്യാപ്ചറും ഒക്കെയാണ്. അത് നമുക്ക് വളരെ മിനിമലായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എന്നുകൂടി ഓർത്ത്. അതുപോലെ ലാൻഡിൻ്റെ അവൈലബിലിറ്റിയും മറ്റൊരു കൺസേൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു CCSഉം CDRും അല്ലാതെ കുറെ കൂടി ഇഫക്റ്റീവ് ആയിട്ടുള്ള
മെഷേഴ്സ് കൊണ്ടുവരേണ്ടതായിരുന്നു. അതിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സാണ് ഇത്തരത്തിലുള്ള ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം കുറക്കുക എന്നുള്ളത്. അല്ലാതെ ഫോസിൽ ഫ്യൂൽസിൻ്റെ ഉപയോഗം കുറക്കാതെ, കാർബൺ എമിഷൻ കുറക്കാതെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ നിയന്ത്രിക്കാനോ പറ്റുകയില്ല എന്നുകൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആവശ്യമായിട്ടുള്ള ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിജീനിയസ് കമ്മ്യൂണിറ്റിയും ബയോഡൈവേഴ്സിറ്റിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ഭൂമിയും കാടുകളും നമുക്ക് എല്ലാ ഭൂമിയും നമുക്ക് ഫോറസ്റ്റേഷന് വേണ്ടി ഫോറസ്റ്റേഷൻ മെഷേഴ്സിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതവും മാർഗത്തെയും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്തയാണ് ദാൽ ലേക്കിലെ ഷിക്കാര ബോട്ടുകളെ സംബന്ധിച്ച്. അപ്പോൾ ദാൽ ലേക്കിലെ ഷിക്കാര ബോട്ടുകൾ നിർത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അവിടെ മഞ്ഞ് വീഴ്ചയും മറ്റുമൊക്കെ ആയിട്ട് സ്വാഭാവികമായിട്ടും എവിടെയാണ് ദാൽ ലേക്ക്, അതുപോലെ തന്നെ ഷിക്കാരാസ് എന്താണെന്നാണ് ബ്രീഫായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഷിക്കാരാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാറ്റ് ബോട്ടംഡ് ആയിട്ടുള്ള വൂഡൻ ബോട്ടുകളാണ്, തടിയിൽ നിർമ്മിച്ച ബോട്ടുകളാണ്. ഇവയാണ് ഷിക്കാരാസ് എന്ന് വിളിക്കുന്നത്. ദാൽ ലേക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ശ്രീനഗറിലുള്ള ദാൽ ലേക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഷിക്കാര ബോട്ടുകൾ കാണും. ഇത് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ലെയ്ഷ്യറിന് വേണ്ടി ടൂറിസം പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി റെസ്റ്റോറൻറ്റുകളായിട്ടും ആൾക്കാരെ സാധനങ്ങൾ ഷിപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ദാൽ ലേക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ശ്രീനഗറിലുള്ള വളരെ റിനൗണ്ട് ആയിട്ടുള്ള ലേക്കാണ്. ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക് ആണ് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. ഈ ഒരു റീജിയനിലുള്ള പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ്ക്ക് ബ്യൂട്ടി ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഷിക്കാര റൈഡാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ടത്. അതുപോലെ ഇതിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് ഗാർഡൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ച് വെജിറ്റബിൾസും ഫ്ലവേഴ്സും ഒക്കെ ഗ്രോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദാൽ ലേക്കിൻ്റെ ഏകദേശം ലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാൽ ലേക്കിൻ്റെ ലൊക്കേഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ദാൽ ലേക്കിൻ്റെ ഏകദേശം ലൊക്കേഷനായിട്ട് വരുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും കശ്മീരിനെ സംബന്ധിച്ച് അവരുടെ കൾച്ചറിനെ, അവരുടെ ടൂറിസത്തെ സംബന്ധിച്ചൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ് ദാൽ ലേക്ക് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്തയാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരോ ഒരു കാസ്റ്റിൻ്റെ പേരോ ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചേർത്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മതത്തിൻ്റെ പേരോ ജാതിയുടെ പേരൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ അൺരജിസ്റ്റർ ചെയ്യണം, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആ ഒരു അംഗീകാരം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോടതിയുടെ ജോലിയല്ല, ഇത് പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞ കാര്യം എന്നുള്ളത്. അപ്പോൾ ഡൽഹി ഹൈക്കോർട്ടിൽ ഒരു കേസ് പോയതാണ്. അവിടെ ഒരു അശ്വിനി കുമാർ എന്ന് പറയുന്ന ഒരു ലോയറാണ് പ്രത്യേകിച്ചും ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൻ്റെ ഇടയിൽ ഏതെങ്കിലും തരത്തിലുള്ള റിലീജിയസ് നെയിംസോ കാസ്റ്റ് നെയിംസോ എത്നിക്കോ അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് കൊണേറ്റേഷൻസോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്തരം പാർട്ടികളെ ഡീലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പാർലമെന്റിന്റെ അധികാര പരിധിയിലാണ്. കാരണം നമ്മളുടെ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമാണ് പാർട്ടികളുടെ രജിസ്ട്രേഷൻ 1950 51 പ്രകാരമൊക്കെയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണം, കൊടുക്കാതിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, കോടതി ഇടപെടേണ്ട ഒരു കേസല്ല എന്നാണ് ഡൽഹി ഹൈക്കോർട്ട് പറഞ്ഞു എന്ന് ഓർത്തു വെക്കുന്നത്. പ്രത്യേകിച്ചും വളരെ കൃത്യമായിട്ട് ഇത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെന്റ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നത്. അദ്ദേഹം ഇത്തരമൊരു കേസുമായി പോകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാഷ്ട്രീയ പാർട്ടികളും അവർ റിലീജിയസ് കൊണറ്റേഷൻ മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു കറപ്റ്റ് പ്രാക്ടീസ് ആണ്. കാരണം റിലീജിയസ് നെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിനെയാണ് കോടതി പറഞ്ഞത് അത് കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ഹിന്ദു സേന, ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തേദുൽ മുസ്ലിസ്മാൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പേരിൻ്റെ കൂടെ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് ഒക്കെ ഉപയോഗിക്കുന്നത് വഴി അതൊരു കറപ്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് പ്രകാരമുള്ള ഒരു കറപ്റ്റ് പ്രാക്ടീസ് ആണ്, ആൾക്കാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ കോടതി ഇവിടെ പറഞ്ഞത് ഇത്തരത്തിൽ പേരിൽ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് എല്ലാ ജനങ്ങളും ആ പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നില്ല, മറിച്ച് അവരുടെ പോളിസികളും അവരുടെ നടപടികളും ഒക്കെ കണ്ടിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്റ് അധികാര പരിധിയിൽ വരുന്ന ഒരു വിഷയമാണെന്നും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർലമെന്റിലേക്ക് കൊണ്ടുവരാണ് വേണ്ടതെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കുന്നതിന്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനും
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ 2005 ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഏതെങ്കിലും ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള പേരുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവയെ രജിസ്റ്റർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയും രജിസ്റ്റർ ചെയ്യില്ല. അതിന് മുന്നേ രജിസ്ട്രേഷൻ നൽകിയ പാർട്ടീസ് മാത്രമേ ഉള്ളൂ എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത UAPA ബന്ധപ്പെട്ടാണ്. UAPA എന്ന് പറയുന്നത് അൺലോഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമാണ്. പ്രത്യേകിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് UAPA എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് UAPAയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സാധാരണ അറസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ബെയില് ജാമ്യം കിട്ടാറില്ല. UAPA ചുമത്തിയാൽ ജാമ്യം കിട്ടാറില്ല. പക്ഷേ ഇതിൽ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈവൻ അതൊരു ഫോറിനർ ആണെങ്കിൽ പോലും എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ, അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ജാമ്യം അനുവദിക്കാൻ പറ്റും എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം എന്നാണ് നോക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ കോർട്ട് ഓഫ് NIA കേസസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ബെയില് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് UAPA ചുമത്തിയിട്ട് അദ്ദേഹത്തിന് ബെയില് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബെയില് എന്ത് ചെയ്യാൻ പറ്റില്ല, റദ്ദാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് UAPA ചുമത്തി എന്ന കാരണം കൊണ്ട് മാത്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളിവിടെ നോക്കേണ്ട കാര്യം ഈ ഒരു അൺലോഫുൾ ആക്ടിവിറ്റീസ് ആൻഡ് പ്രിവെൻഷൻ ആക്ട് UAPA 1967 ഇത് സാധാരണ ഒരു വ്യക്തിക്ക്, അത് ഫോറിനർ ആയിക്കോട്ടെ ഇന്ത്യക്കാരനായിക്കോട്ടെ, സാധാരണ ബെയിലുകൾ കൊടുക്കാൻ വേണ്ടി പെർമിറ്റ് ചെയ്യാറില്ല. ആ ഒരു ആക്ടിൽ പെർമിറ്റ് കുറവാണ്. എന്നാൽ നമ്മൾ സാധാരണ ആൾക്കാർക്ക് ബെയിലുകൾ കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ചും UAPAയുടെ പരിധിയിൽ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആക്ടിൽ പറയുന്നുണ്ട്, നോ ബെയിൽ ഷാൽ ബി ഗ്രാൻഡഡ് ടു എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് പണിഷബിൾ ആസ് നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്തവർക്ക് ബെയിൽ കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കടക്കുകയോ അല്ലെങ്കിൽ അനുവാദമില്ലാതെ കടക്കുകയോ ചെയ്ത ആൾക്കാർക്കും ബെയിൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കോടതി പറഞ്ഞു വെച്ചാൽ ഇതൊരു ജനറൽ റൂൾ ആണെങ്കിലും ഇതിന് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ബെയിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തു വെക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതോടുകൂടിയിട്ട് വളരെ വ്യക്തമായിട്ടൊരു കാണാൻ പറ്റും, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് അതിക്രമിച്ച് കയറുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോടതിയുടെ മുന്നിൽ പോയാൽ അത് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ അദ്ദേഹത്തിന് ബെയിൽ വേണം എന്നുള്ള ഒരു കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബെയിൽ കിട്ടും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടി ഓർത്തു വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ആണെന്ന് കാണിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തം? ബെയിലിന് അപേക്ഷിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും എന്നുകൂടി ഓർത്തു വെക്കുന്നതായിട്ട്. അപ്പോൾ ഡിസ്ക്രിഷൻ കൊടുക്കണോ, അതായത് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം പൂർണ്ണമായിട്ടും കോടതിയുടെ കയ്യിലാണെന്ന് ഓർത്തു വെക്കുക. അതൊരു റൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ബെയിൽ ഒരിക്കലും ഒരു റൈറ്റ് ഇല്ല എന്നുകൂടി ഓർത്തു വെക്കണതാണ്. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ഇതിലെ 43D7 എന്ന് പറയുന്ന സെക്ഷനെ പറയുന്നത് ഇത് ഫോറിൻ നാഷണൽസിനോട് ഒരു ഡിസ്റ്റിങ്ഷൻ കാണിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറയുന്നത് വെച്ചാൽ ഇത് ടെററിസത്തിനെതിരെയായിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിനെതിരെയായിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ബെയിൽ കൊടുക്കേണ്ട എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. പലപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ പല ഫോറിൻ നാഷണൽസിനും, ഇന്ത്യയിൽ ക്രൈം ചെയ്യുന്ന പല ഫോറിൻ നാഷണൽസിനെയും ബെയിൽ നൽകാതിരിക്കാൻ ശ്രമിക്കാറുണ്ടെന്ന് ഓർത്തു വെക്കുക. അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ പല പ്രാവശ്യം ചാലഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. ഈ ഒരു തീരുമാനത്തെയാണ് ഇപ്പോൾ സുപ്രീം കോടതി അപ്ഹെൽഡ് ചെയ്തിട്ടുള്ളത്. ഓർത്തു വെക്കുക, ബെയിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാമ്യം എന്ന് പറയുന്നത് ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു അവകാശമല്ല. അത് കൊടുക്കണോ കൊടുക്കേണ്ടയോ എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാം. അപ്പോൾ ആക്ട് പ്രകാരം ഫോറിൻ നാഷണൽസിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കോടതി ഇപ്പോൾ പറഞ്ഞു അത് എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസസിൽ കോടതിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ 2 ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.